നമ്മൾ ചെറുപ്പത്തിൽ സിനിമകളിൽ കണ്ട എന്നാൽ പിന്നീട് എവിടെയാണെന്ന് അറിയാതെ പോയ നടീനടന്മാരെ കുറിച്ച് പല വീഡിയോകൾ ചെയ്തിരുന്നു. അതിന്റെ മറ്റൊരു ഭാഗമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് പതിവ് പോലെ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അഴകിയ രാവണൻ 1996 കമൽ സിനിമയായിരുന്നു അഴകിയ രാവണൻ. സിനിമയിലെ മമ്മൂട്ടിയുടെ ചെറുപ്പം അഭിനയിച്ച കുട്ടിശങ്കറിനെ നമുക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. കുട്ടിശങ്കറിനായി സിനിമയിൽ അഭിനയിച്ചത് കിരൺ സെബാസ്റ്റ്യൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ KJ സെബാസ്റ്റ്യൻ സംവിധായകൻ കമലിന്റെ സഹസംവിധായകനായിരുന്നു. കിരൺ സെബാസ്റ്റ്യന്റെ ജ്യേഷ്ഠൻ കിഷോറും സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട്. കിരൺ സെബാസ്റ്റ്യൻ 12 മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ 9 സിനിമകളിൽ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടാണ് അഭിനയിച്ചത്. ഞാനും കൂടെ ജോലിക്ക് വരട്ടെ അമ്മേ. നീയോ? ഇത്രയും സിനിമകളിൽ അഭിനയിച്ചെങ്കിലും അഴകിയ രാവണനിലെ കുട്ടിശങ്കറിനെയാണ് നമുക്കേറെ ഇഷ്ടം. സ്ഫടികം, മാന്ത്രികം, മഴയെത്തും മുൻപേ, ക്ലാസ്മേറ്റ്സ്, പച്ചക്കുതിര തുടങ്ങിയ ഒരുപാട് മലയാള സിനിമകളിൽ കിരൺ സെബാസ്റ്റ്യൻ അഭിനയിച്ചിരുന്നു. 2008 പുറത്തിറങ്ങിയ സൈക്കിൾ എന്ന സിനിമയിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. സിനിമയ്ക്ക് പുറമെ ചില തമിഴ് സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം മലയാള മനോരമയടക്കം ഒരുപാട് ബ്രാൻഡുകളുടെ പരസ്യങ്ങളിലും കിരൺ സെബാസ്റ്റ്യൻ അഭിനയിച്ചു. അഭിനയിച്ച സിനിമകളിൽ ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും എല്ലാം ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു. കഴിഞ്ഞ 16 വർഷങ്ങളിലായി അദ്ദേഹത്തെക്കുറിച്ച് അധികമായി മലയാളികൾക്ക് അറിയില്ല. എന്നാൽ കിരൺ സെബാസ്റ്റ്യൻ ഇപ്പോൾ സിനിമയിലും സോഷ്യൽ മീഡിയയിലും ആക്റ്റീവ് അല്ല. അദ്ദേഹം തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടി കോട്ടയത്ത് ജീവിക്കുകയാണ്. യൂത്ത് ഫെസ്റ്റിവൽ 2004 പുറത്തിറങ്ങിയ ജോസ് തോമസ് സിനിമയാണ് യൂത്ത് ഫെസ്റ്റിവൽ. പേര് പോലെ തന്നെ യൂത്തിന്റെ ഒരു കംപ്ലീറ്റ് കളർഫുൾ സിനിമയായിരുന്നു യൂത്ത് ഫെസ്റ്റിവൽ. സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമാണെങ്കിലും സിനിമയുടെ പാട്ടുകൾ ആ കാലഘട്ടത്തിൽ ട്രെൻഡിംഗ് ആയിരുന്നു. സിനിമയിലെ പ്രധാനപ്പെട്ട യുവതാരങ്ങളിൽ ഒരാളായിരുന്നു നായകനായി അഭിനയിച്ച എബി കുഞ്ഞിമോൻ. സിനിമയിൽ നല്ലൊരു പ്രകടനം തന്നെയാണ് എബി കുഞ്ഞിമോൻ കാഴ്ചവെച്ചത്. എന്നാൽ ആ സിനിമയ്ക്ക് ശേഷം പിന്നീട് ആരും എബി കുഞ്ഞിമോനെ കണ്ടിട്ടില്ല. എബി കുഞ്ഞിമോൻ നിർമ്മാതാവായ KT കുഞ്ഞിമോന്റെ മകനാണ്. ബ്രഹ്മാണ്ഡ സംവിധായകനായ ശങ്കറിന്റെ ജെന്റിൽമാൻ, കാതലൻ ഉൾപ്പെടെ ഒരുപാട് ബിഗ് ബജറ്റ് തമിഴ് സിനിമകളുടെ നിർമ്മാതാവും കൂടിയായിരുന്നു KT കുഞ്ഞിമോൻ. സിനിമയ്ക്ക് വേണ്ടി എത്ര വലിയ ബജറ്റ് ഇടാൻ പോലും മടിയില്ലാത്ത നിർമ്മാതാവായിരുന്നു KT കുഞ്ഞിമോൻ. ജെന്റിൽമാൻ വൻ വിജയമായതോടുകൂടി കുഞ്ഞിമോനെ ജെന്റിൽമാൻ കുഞ്ഞിമോൻ എന്നും ആളുകൾ വിളിച്ചു തുടങ്ങി. എന്നാൽ പിന്നീടുണ്ടായ പരാജയങ്ങൾ അദ്ദേഹത്തിന് കടുത്ത സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചു. എന്നാൽ എബി കുഞ്ഞിമോൻ ആ സമയത്ത് തമിഴിൽ തന്റെ അച്ഛന്റെ ബിഗ് ബജറ്റ് സിനിമയായ കോടീശ്വരനിൽ അഭിനയിച്ചു. ആ സിനിമയിൽ എബി കുഞ്ഞിമോന്റെ നായിക സിമ്രാൻ ആയിരുന്നു. അതിനു പുറമെ കരീഷ്മ കപൂർ, ജയപ്രദ, SP ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയ ഒരുപാട് വലിയ താരങ്ങൾ ആ സിനിമയിൽ അഭിനയിച്ചിരുന്നു. உங்களோட டிக்ஷனரியில கௌரவத்துக்கு அர்த்தம் அடுத்தவங்க மனசை கொள்றதுன்னா அந்த டிக்ஷனரியை கொளுத்த கூட நான் தயங்க மாட்டேன். എന്നാൽ കോടീശ്വരൻ എന്ന ആ സിനിമ ചില സാമ്പത്തിക കാരണങ്ങൾ മൂലം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ആ സമയത്ത് തമിഴിൽ തിളങ്ങി നിന്നിരുന്ന നടൻ പ്രശാന്തിനെ പോലെ ആകുമായിരുന്നു എബി കുഞ്ഞിമോൻ എന്ന് അന്നത്തെ പത്രമാധ്യമങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരുന്നു. കാരണം അത്രയും ക്യൂട്ടായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു എബി കുഞ്ഞിമോന്റേത്. എന്നാൽ തന്റെ പിതാവായ KT കുഞ്ഞിമോന്റെ അപ്രതീക്ഷിതമായ സാമ്പത്തിക ബാധ്യത എബി കുഞ്ഞിമോന്റെ കരിയറിനെ ബാധിച്ചു. പിന്നീട് അദ്ദേഹം സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും തന്റെ അച്ഛന്റെ പ്രൊഡക്ഷൻ കമ്പനി നോക്കി നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, ജെന്റിൽമാൻ 2 എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ അദ്ദേഹമാണ് ചെയ്യുന്നത്. സിനിമയിൽ കഴിഞ്ഞ 20 വർഷമായി അഭിനയിക്കുന്നില്ലെങ്കിൽ പോലും യൂത്ത് ഫെസ്റ്റിവൽ എന്ന ഒറ്റ സിനിമയും കള്ളാ കള്ളാ കൊച്ചു കള്ള എന്ന ഹിറ്റ് പാട്ടും മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അമ്മ അമ്മായി അമ്മ 1998 പുറത്തിറങ്ങിയ എന്നാൽ നമുക്ക് ഇന്നും ഒരുപാട് ഇഷ്ടമുള്ള മലയാളത്തിലെ മികച്ച കുടുംബ ചിത്രങ്ങളിൽ ഒന്നാണ് അമ്മ അമ്മായി അമ്മ. സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ നമ്മൾ ഇന്നും മറക്കാത്ത ഒരു അഭിനേത്രിയാണ് മീര. കുടുംബ ചിത്രങ്ങളിലെ ഇളയ അനിയത്തിക്കുട്ടി എന്ന സ്ഥിരം കഥാപാത്രമായി മീര സിനിമകളിൽ വരാറുണ്ടായിരുന്നു. മീരയുടെ അമ്മ കലാമണ്ഡലം ചിന്നുവാണ്. വയനാടൻ തമ്പാൻ, രതിനിർവേദം എന്നീ സിനിമകളിൽ മീര ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു ഉൾപ്പെടുത്തി 32ഓളം സിനിമകളിൽ മീര അഭിനയിച്ചിട്ടുണ്ട്. നടൻ വിജയകുമാറിന്റെ പേരായി അഭിനയിച്ച സിനിമകളെല്ലാം മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നവയായിരുന്നു. മീരയുടെ ചെറുപ്പകാലത്ത് തന്നെ തമിഴിൽ ഒരുപാട് വലിയ സിനിമകളിൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചു. എന്നാൽ 2000 തുടക്കത്തോടുകൂടി മീര അഭിനയം നിർത്തി. ഇപ്പോൾ തന്റെ ഭർത്താവും കുടുംബവുമായി തമിഴ്നാട്ടിൽ സെറ്റിൽഡ് ആണ് മീര. എന്നാൽ മീര ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. വിസ്മയം 1998 പുറത്തിറങ്ങിയ രഘുനാഥ് പാലേരി സിനിമയാണ് വിസ്മയം. മാജിക്കൽ റിയലിസം എന്ന എലമെന്റ് ആദ്യമായി മലയാള സിനിമയിൽ വിവർത്തനത്തിലൂടെ കാണിച്ച സിനിമയും കൂടിയാണ് വിസ്മയം. സിനിമയിൽ ചിന്നമണി എന്ന രുക്മിണിയായി അഭിനയിച്ച നായികയെ നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. ഒരു മലയാള സിനിമയിൽ മാത്രം അഭിനയിച്ച ഈ നടിയെക്കുറിച്ചുള്ള വിവരം അധികം ആർക്കും പിന്നീട് ലഭിച്ചിട്ടില്ല. വിസ്മയം എന്ന സിനിമയിലെ നായികയായി അഭിനയിച്ചത് ശ്രീദുർഗയായിരുന്നു. ശ്രീദുർഗ തമിഴ് സിനിമ ടെലിവിഷനിൽ പ്രവർത്തിക്കുന്ന നടിയാണ്. തമിഴിൽ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടത് തമിഴ് സീരിയലുകളിലൂടെ ആയിരുന്നു.
അതിനുശേഷം പിന്നീട് സെലിബ്രിറ്റി കിച്ചൺ TV ഷോകളിൽ ശ്രീദുർഗ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ പിന്നീട് അധിക സിനിമകളിലൊന്നും ശ്രീദുർഗയെ ആരും കണ്ടിട്ടില്ല. എന്നാൽ ഒരു മലയാള സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂവെങ്കിൽ പോലും കഴിഞ്ഞ 26 വർഷങ്ങളിലായി ഈ നടിയെ നമ്മൾ ഓർക്കുന്നുണ്ട്. ശ്രീദുർഗ ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്റെ കുടുംബവുമൊത്ത് തമിഴ്നാട്ടിൽ കഴിയുകയാണ്. ഇടയ്ക്കിടെ ചെറിയ പരസ്യങ്ങളിൽ ശ്രീദുർഗ അഭിനയിക്കാറുമുണ്ട്. ചെങ്കോൽ 1993 പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമയാണ് ചെങ്കോൽ. സിനിമയിൽ കീരിക്കാടൻ ജോസിന്റെ അനുജനായ കരടി ആന്റണിയെ കാണിക്കുന്നുണ്ട്. കരടി ആന്റണി സിനിമയിൽ കൊടൂര വില്ലനാണ്. നല്ല മൂർച്ചയുണ്ട്. ഒറ്റ വീശിന് കഴുത്തേറ്റ് പോണം ആവോ. ആദ്യ സിനിമയിൽ തന്നെ ഗംഭീര വില്ലനായി നമ്മളെ ഞെട്ടിച്ച ഈ വ്യക്തിയുടെ പേര് ജോജൻ കാഞ്ഞാണി എന്നാണ്. തുടക്കത്തിലെ വലിയ വില്ലനായിരുന്നെങ്കിലും പിന്നീട് ചെറിയ ചെറിയ റോളുകളിലേക്ക് അദ്ദേഹം ഒതുക്കപ്പെട്ടുപോയി. 7.5 കൂട്ടം, ആദ്യത്തെ കൺമണി, ചതുരംഗം തുടങ്ങി 15ഓളം മലയാള സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ ഒരു തമിഴ് സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ നല്ല റോളുകൾ കിട്ടിയെങ്കിലും പിന്നീട് ജോജൻ കാഞ്ഞാണി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2022 പുറത്തിറങ്ങിയ 1 എന്ന മലയാള സിനിമയിലാണ് അഭിനയിച്ചത്. എന്നാൽ അദ്ദേഹം ഇപ്പോഴും ചെറിയ സിനിമകൾ, ടെലിഫിലിമുകൾ, ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അതോടൊപ്പം ചില ഡോക്യുമെന്ററി ടെലിഫിലിമുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ പഴയ കൊടൂര വില്ലനൊന്നുമല്ലെങ്കിലും വളരെ സാധാരണ കലാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അദ്ദേഹം ജീവിതം തുടരുകയാണ്. ദേവദൂതൻ 2000 പുറത്തിറങ്ങി. എന്നാൽ 24 വർഷങ്ങൾക്ക് ശേഷം റിലീസിംഗിലൂടെ ഇന്ന് പ്രേക്ഷകർ കണ്ട് ആസ്വദിക്കുന്ന സിനിമയാണ് ദേവദൂതൻ. സിനിമ കണ്ടതിനു ശേഷം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച ഒരു അഭിനേത്രിയായിരുന്നു സിനിമയിലെ ജയപ്രദയുടെ ചെറുപ്പം അഭിനയിച്ച അലീനയെ. അലീന എന്ന കഥാപാത്രം അഭിനയിച്ച നടിയാണ് നിർമ്മല ശ്യാം. നിർമ്മല ശ്യാം പ്രശസ്ത തമിഴ് നടനായ ജയശങ്കറുടെ സഹോദരന്റെ മകളാണ്. ദേവദൂതനിലെ ആ ഒരു ചെറിയ വേഷത്തിന് ശേഷം പിന്നീട് ആരും നിർമ്മലയെ കണ്ടിട്ടില്ല. എന്നാൽ 24 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നിർമ്മല ശ്യാമിനെ കുറിച്ചാണ്. இன்னமும் இந்த மாதிரி கூப்பிட்டு பேட்டிலாம் எடுக்கிறது இன்னும் நல்லா இருக்கு. to be recognized. നിർമ്മല തന്റെ സ്കൂൾ കാലം മുതലേ സിനിമയിൽ അഭിനയിച്ചിരുന്നു. 2006 തമിഴ് സൺ TV സീരിയലുകളിൽ വിജയ് സേതുപതിയോടൊപ്പം നിർമ്മല ശ്യാം അഭിനയിച്ചിരുന്നു. സിനിമയ്ക്ക് പുറമെ മോഡലിംഗും നിർമ്മല ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിനിമകളിൽ അധികം അഭിനയിക്കുന്നില്ലെങ്കിലും മോഡലിംഗും മറ്റ് ബിസിനസ്സുമായി തന്റെ ജീവിതം ആസ്വദിക്കുകയാണ് നിർമ്മല ശ്യാം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ അറിയിക്കാൻ ആഗ്രഹമുണ്ട്. കഴിഞ്ഞ തവണ ചാനൽ 25,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞപ്പോൾ നമ്മൾ ഒരു മൂവി ക്വിസ് സംഘടിപ്പിച്ച് 3 പേർക്ക് സമ്മാനം കൊടുത്തിരുന്നു. ആ മാസം പുറത്തിറങ്ങിയ സിനിമയുടെ ഓരോ ഫ്രീ ടിക്കറ്റുകളാണ് നമ്മൾ ആ 3 പേർക്ക് സമ്മാനമായി കൊടുത്തത്. അതുകൊണ്ട് ചാനൽ 50,000 സബ്സ്ക്രൈബേഴ്സ് തികയുമ്പോൾ ഒരിക്കൽ കൂടി അത്തരത്തിൽ ഒരു മൂവി ക്വിസ് സംഘടിപ്പിക്കുന്നതിനും ആളുകൾക്ക് സമ്മാനം കൊടുക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.